എവിടെ പോകുന്നേ? ആനയെ കാണാൻ പോവോ? എവിടെ പോവാ? ആനക്കുളം. ആനയെ കാണുന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ പോവാണ്. ഇതിനു മുമ്പ് ഞാൻ രണ്ടു പ്രാവശ്യം പോയപ്പോഴത്തേക്കും രണ്ടു പ്രാവശ്യം പോയപ്പോഴത്തേക്കും കാണാൻ പറ്റില്ല. ഒരു പ്രാവശ്യം പിന്നെ ഞാൻ 2 ദിവസം അടുപ്പിച്ച് നിന്ന് ആനയെ മെനക്കെട്ട് നിന്ന് കണ്ടിട്ട് വന്നത്. അതുപോലെ നമുക്കൊരു പ്രതീക്ഷയില്ല. പിന്നെ 2 ദിവസമായിട്ട് മഴയില്ല. ഇന്നലെയും ഇന്നൊന്നും മഴയില്ല, വെയില. അപ്പൊ അത് കാരണം ഞങ്ങൾ പെട്ടെന്ന് രാവിലെ ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴും പ്ലാൻ ചെയ്ത് ഇറങ്ങിയത് ആലപ്പുഴയിൽ നിന്ന്. അപ്പൊ ഞങ്ങളിപ്പോ അവിടെ പോകുന്ന തീരുമാനമായിരുന്നു ഇത്. ഞങ്ങൾ 3 ഉള്ളതൊക്കെ വീട്ടുകൂട്ടിയാർക്ക് ഞങ്ങളങ്ങ് ഇറങ്ങി. അപ്പൊ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എന്നാക്കുവാ ബേബി? ബേബി എന്തെടുക്കാ? എണ്ണേറ്റോ? ഉറങ്ങിയില്ല പൊന്ന്. നല്ല കാലാവസ്ഥയാണ് ഇന്ന്. പിന്നെ വഴിയൊക്കെ നല്ല വളവും തിരിവും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോ ശരിക്കും എവിടെ എത്തിയെന്നറിയുന്നു? നമ്മളിപ്പോ കറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് ആലപ്പുഴയും തിരിച്ച് തണ്ണീർമുക്കം, കല്ലറ, പുറവലങ്ങാട് വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങള് പോകുന്ന വഴിയിലാട്ടോ നമ്മുടെ മീൻകുന്നം കത്തോലിക്ക പള്ളി, കോതമംഗലം രൂപതയുടെ. അപ്പൊ ഒരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം. എൻ്റെ അടുത്തുള്ള ഇതെനിക്കൊന്ന് ഇതാന്ന് തോന്നുന്നു. ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലൊക്കെ വൈറലായപ്പോൾ അതാണോ എന്ന് അറിയില്ല. പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ അടിപൊളി ഒരു വെള്ളച്ചാട്ടം. നല്ല മഞ്ഞിൽ കാണാൻ അടിപൊളി. അവിടെ നമുക്ക് അടുത്ത വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാം. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പൈനാപ്പിൾ തോട്ടങ്ങളൊക്കെയാണ്. അപ്പുറം മല സൈഡൊക്കെ കാണാൻ പറ്റൂന്നറിയില്ല. ഉണ്ടാവോ? ഐസ്ക്രീം അല്ലേ? സൂപ്പർ അല്ലേ? നമുക്ക് സമയമില്ല അല്ലേ? നമുക്ക് കേറായിരുന്നു. അടിപൊളി, നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ വിശപ്പ് കാരണം ഞങ്ങൾ 2 ഷവർമ റോള് മേടിച്ചു. 2 മേടിച്ചിട്ടുണ്ട്. അൽഫാമും റുമാലി റൊട്ടി മേടിച്ചിട്ടുണ്ട്. ഇവർക്ക് 2 ഇറങ്ങി കഴിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മള് പാഴ്സൽ മേടിച്ചു. ഇവർക്ക് 2 പേർക്ക് മാരിക്കും. അപ്പൊ നേര്യമംഗലമായിരുന്നു കഴിഞ്ഞത്. നമ്മളിപ്പം നേര്യമംഗലം. നമ്മൾ ഇത് കണ്ട, ഇതാണ് നേര്യമംഗലം ഇവിടുത്തെ ലാസ്റ്റ് പമ്പ്. ഇത് കഴിഞ്ഞ ഫോറസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളു പിന്നെ അടുത്ത പമ്പ്. അപ്പൊ നമുക്ക് പെട്രോളൊക്കെ അടിക്കാൻ ഇവിടുന്ന് അടിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞോണ പോയപ്പോ എന്നോട് ഇതൊരാൾ പറഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് അടിച്ചിട്ടാ. പിന്നെ അങ്ങോട്ട് ഫോറസ്റ്റ് ചേട്ടനൊക്കെ സ്ലോ മോഷൻ നടന്നു പോകും. അങ്ങനെ നമ്മള് നേര്യമംഗലം പാലം കേറാൻ പോവാ. പിന്നെ ഫോറസ്റ്റ് നോക്കിയാ നല്ല രസമുണ്ട്. ഇത് നമ്മൾ അവിടെ നിന്ന് കണ്ടായിരുന്നു. നമ്മളെ ദൂരെ നിന്ന് കാണായിരുന്നത്. ഞാൻ കണ്ടായിരുന്നത്. പക്ഷെ കണ്ടായിരുന്നു. ഈ വലിയൊരു പാറ ഫ്രണ്ടിൽ കണ്ടോ? ഇവിടെ പുഴ. അവിടെ ഞാൻ വന്നിട്ട് കയറി പോകുന്നു. നമ്മള് എവിടെ പോവാ? ഫോറസ്റ്റ് കാട്ടിൽ പോവാണോ? കാട് സ്റ്റാർട്ട് ചെയ്തോ? ഇന്നല്ലേ
ഇപ്പൊ ഇത് ഫോറസ്റ്റ് ഏരിയ ആയെന്ന് തോന്നല്ലേ? ചെറിയൊരു ഓർമ്മ, എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. അത് തന്നെ എന്നാ പമ്പ് കഴിഞ്ഞാ പിന്നെ അവിടെ ഫോറസ്റ്റ് ആന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്. ആണ് ഇതെല്ലാം ഫോറസ്റ്റ് ഏരിയ ആണോ? ചേരുതെന്ന് പറയാം. ഇതാണ് സൈൻ ബോർഡ്, ആനത്താര എലിഫന്റ് ക്രോസിംഗ് സോൺ. ഇതിലെ ഫുൾ ടൈം വണ്ടി പോകുന്ന പറഞ്ഞേ, അങ്ങനെ ആനയുടെ പ്രശ്നമില്ലെന്നാണ് കേട്ടിട്ടുള്ളത്. കാരണം എപ്പോഴും വണ്ടികൾ പോകുന്നില്ല രാത്രിയിലൊക്കെ ആണെങ്കിൽ. ഞാൻ വന്നിട്ടുണ്ട് തൊഴിൽ. എനിക്കെങ്ങനെ അറിയാം? അല്ല, നമ്മള് നേരത്തെ പോയിട്ടുണ്ട് തൊഴിലല്ലേ. ഇപ്പൊ മിക്കവാറും അമ്മമ്മേനെ കാണാൻ പറ്റും ഇവിടെ എവിടെയെങ്കിലും ഒക്കെ. കേട്ടോ അമ്മമ്മേ? ആരാ? അമ്മമ്മക്ക് അറിയാല്ലേ? ഇപ്പൊ ഞാൻ കാണിച്ചു തരാം, അമ്മമ്മേനെ കാണിച്ചു തരാം. ഇപ്പൊ കള്ളിപ്പെണ്ണേ, ഞങ്ങളിപ്പോ ഒരെണ്ണം കണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും കാണുന്നില്ല. ഒരു ഫാമിലിനെ ഞങ്ങളിപ്പോ കണ്ടായിരുന്നു. സൈഡിലെല്ലാം റോഡ് പണി, ഇത് വഴിയുടെ വീതി കൂട്ടിക്കൊണ്ടിരിക്കാന്ന് തോന്നല്ലേ? വെള്ളത്തിന്റെ പോകുന്ന ഇതിനെല്ലാം ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ചെറിയ ചെറിയ അരുവിയൊക്കെ കാണാൻ പറ്റും. മഴയുടെ ഈ സീസൺ ആയോണ്ട്. ഇതുണ്ട് അമ്മേ, ചീയപ്പാറ വാട്ടർ. ഇറങ്ങാം, ഇറങ്ങാം. ഓ അമ്മീമ്മ നോക്കിയേ, ഇത് ഇതിന്റെ മറുവശം. അങ്ങനെ വെച്ച് നോക്കണ്ട, കണ്ട അത്രേ ഉള്ളു. വേണ്ട വേണ്ട, നമുക്ക് പോവാം. നമുക്ക് സമയമില്ല. വേണ്ട വേണ്ട വേണ്ട, നമുക്ക് പുറത്ത് പോയിട്ട് മേടിക്കാം. അമ്മീമ്മോ, ചക്കരക്ക് വെള്ളച്ചാട്ടം ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ആയിരുന്നു. അതാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. തല പോയേ. ആ പോട്ടെ പോട്ടെ പോട്ടെ. പക്ഷെ ഇത് 2 ദിവസം മുമ്പൊക്കെ ആയിരുന്നെങ്കിലല്ലേ കുറച്ചുകൂടി വെള്ളം കണ്ടായിരുന്നു. മഴയുടെ എന്നാലും അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. ഇപ്പൊ വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞു. നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നമ്മൾ നേര്യമംഗലം കാട്ടിൽ തന്നെ. ഒരു മഴയുടെ സൗണ്ട്, എന്താ കുട എടുക്കണ്ടേന്ന്. പക്ഷെ മഴയുടെ സൗണ്ടിലായി നോക്കി. അവിടെ അകത്ത് വെള്ളം, കാടിന്റെ അകത്ത് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. താഴെ നോക്കിയേ, വണ്ടി 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 വരും. ഇല്ല ഇല്ല അല്ല 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 അല്ല. ഇത് കണ്ട, അതേ ചീയപ്പാറ വെള്ളച്ചാട്ടം കഴിഞ്ഞ് വന്ന അടുത്തതാണ് ദേ വാളറ വാട്ടർഫോൾസ്. അയ്യോ നേരത്തെ ചോദിച്ചില്ല ഇതിലെ വന്നിട്ടുണ്ടോന്ന്. നമ്മള് 3 വെള്ളം ഇല്ലായിരുന്നു. സൂപ്പർ അല്ലേ? ഇതാണ് ഇരുമ്പുപാലം. ഞങ്ങൾ ആലപ്പുഴക്കാർക്ക് ഒരു ഇരുമ്പുപാലം ഉണ്ട് ആലപ്പുഴയില്. ഈ വഴി ഇത് ബോർഡ് നോക്കണേ. ഞാൻ ഈ വഴി എനിക്ക് ഇവിടുന്ന് വന്നാൽ എനിക്ക് തോന്നിയ മാമലക്കണ്ടം പോയിട്ട് വന്ന അതാ വഴി. ഇതുണ്ട് ആ വഴി. ആ വഴി അങ്ങോട്ട് കാണില്ല. ആ വഴി ആ വഴിയില്ലേ, അവിടുത്തെ ഒരു വഴി. ഞങ്ങളിങ്ങനെ വന്നോണ്ടിരുന്നപ്പോ ഇത് കിട്ടും അടുത്ത വെള്ളച്ചാട്ടം. ചെറിയൊരു അവിടെ എല്ലാരും കുളിച്ചു പോവാ. അവര് അപ്രതീക്ഷിതമായിട്ടായിരിക്കും അവരുടെ വീട്ടിൽ. അയ്യോ ശരിയാ. ഇരുട്ടി തുടങ്ങുന്നു പയ്യെ.
ഇങ്ങോട്ട് നല്ല മഴ, ഇങ്ങോട്ട് മഴ പെയ്തെന്ന് തോന്നുന്നുണ്ടോ? ഇതുണ്ടോ വലിയൊരു പാറ? അയ്യോ വലിയ ഇതുണ്ട്. അല്ല മല. അവിടെ നിന്നൊക്കെ ചെറുതായിട്ട് ഇതുണ്ട്, ചെറിയ ചെറിയ അരുവികൾ നമുക്ക് കാണാൻ പറ്റും. ആ വെള്ളച്ചാട്ടം. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ലോണം മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ജയൻസ് സിപ്പ് ലൈൻ കണ്ടാണ്ട് ഒരു ചേട്ടൻ പോകുന്നുണ്ട്. ഒരു ചേട്ടൻ പോകുന്നുണ്ടോ? അനോണ്ട് പേടിയായിരിക്കും. ഇല്ല പോകുന്നുണ്ട്. ആ ചേട്ടൻ പോകുന്നുണ്ട്. കണ്ട പൊന്ന് കണ്ടോ? കാണത്തില്ല. അയ്യോടാ പോയി. അതേ നമ്മളിത് മൂന്നാർ റൂട്ടാണ്. നമ്മൾ ആനക്കുളത്തേക്ക് തിരിയണത് ഈ ഒരു കല്ലാറ്. ആ ഇതിലേ പോയി കഴിഞ്ഞാൽ മാങ്കുളം കണ്ട, മാങ്കുളം കല്ലാറ്. ഇതിലെ അതിലെവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, പക്ഷെ അത് നോക്കിയിട്ട് കണ്ടില്ല. ഇവിടെ മിസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗൂഗിൾ മാപ്പിൽ അത് കാണിച്ചിട്ട് കണ്ടില്ല. നമുക്ക് നാളെ എന്തായാലും അത് നോക്കാം. നമ്മളിപ്പം അവിടുന്ന് മാങ്കുളം റൂട്ടിലോട്ടാണ്. ഇവിടെയൊക്കെ നോക്കിയേ, ഇത് ഏലമില്ലേ? കാടൊക്കെ തന്നെയാ. ഏലം കൃഷിയും അവിടെ ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട്. അത് ചിലപ്പോ ഇത് ഇപ്പൊ കണ്ടത് ഫോറസ്റ്റിന്റെ ഉള്ള ഇതാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഫോറസ്റ്റിന്റെ ഇതായിരിക്കണം. ഞാനിതിലെ പോയിട്ടില്ല, പക്ഷെ ഇതുവരെ രാത്രിയായിട്ട് ഇങ്ങനെ പോയിട്ടില്ല. ബൈക്കിലല്ലായിരുന്നു? ബൈക്കില. അത് ഞാൻ അവിടുന്ന് മാങ്കുളത്തുനിന്ന് തിരിച്ച് വന്നത് ഈ വഴിയാണ്. വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഒരു കുറച്ച് ചില സ്ഥലങ്ങളിലൊക്കെ ഒരു വിജനതയുണ്ട്. വെട്ടം വെളിച്ചില്ലാത്തൊരു ഇതില് വണ്ടിയൊക്കെ പോകുന്നു. വിജനത ഉണ്ടെങ്കിലും വണ്ടി ഇടക്കിടക്ക് പോകുന്നുണ്ട്. കാറിനൊക്കെ പിടിച്ചു പോലെ അവര് സുഖിലാണ്. ചെറിയ മഴ തോന്നുന്നുണ്ട്. ഒരാളെ ഉറക്കത്തിനായിട്ട് ഇതിനകത്ത് കയറി വേറെ പ്രത്യേകം എന്തറിയാ, ഒറ്റ ഇതിനും റേഞ്ച് ഇല്ല. ശരിയാ. എന്റെ ജിയോയ്ക്കും ഇല്ല, നിന്റെ വോഡഫോണിനും ഇല്ല. കുറച്ച് മുന്നേ വരെ കുറച്ചുകൂടെ വീടുകളൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഇപ്പൊ എനിക്കിത് തോട്ടം ഇതാ ഏലത്തോട്ടത്തിനകത്തൂടെ മാങ്കുളം ഗ്രാമപഞ്ചായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവിടെ എപ്പോഴേ പകൽ ഇവിടെയൊക്കെ തേയിലത്തോട്ടമായി കാണുന്നതൊക്കെ. പകലായിരുന്നെങ്കിൽ ഇതിലെ ഞാൻ ഓർക്കുന്നുണ്ട്, ഇതിലേ പോയപ്പോഴത്തേക്കും ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ പോയതൊക്കെ ഓർമ്മയുണ്ട്. ഇതിലെ ബസ് റൂട്ടാ. നാളെ ഈ റൂട്ട് തന്നെയല്ലേ? അപ്പൊ നാളത്തെ പകലുള്ള വിഷ്വൽസ് അടിപൊളിയായിരിക്കും. മണ്ണിടിഞ്ഞ് കിടക്കുന്നതിന്റെ എന്തോ കാണാൻ പറ്റും, എന്താ അറിയില്ല. വീഡിയോയില് മണ്ണിടിഞ്ഞ് വന്ന് കിടക്കുന്നതിന് ചെറിയ രീതിയിൽ നമ്മൾ എത്താറല്ലേ? നമ്മള് ആനക്കുളം എത്തിയിരിക്കുകയാണ്. ബോർഡ് കണ്ട കുറെ പേര് നോക്കിയിരിക്കുന്നത് ആനക്കുളം. അങ്ങനെ ഒരുപാടൊന്ന് കറങ്ങിന്നല്ല, ഇരുട്ടില് കുറച്ച് കൊറേ ആനകൾ വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാനപ്പോ ഓർക്കുകയും ചെയ്തു, നമ്മള് ചെല്ലുമ്പോഴേ ആന ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. ഞാൻ ആദ്യമായിട്ട് വരും ആനകളെ കാണാൻ. അമ്മീമോ, അച്ഛേ ഒരു സർപ്രൈസ് കാണിച്ചു തരട്ടെ. ഞെട്ടാൻ റെഡിയാണോ? നോക്കണേ. ഇതെന്ത്? ഇതെന്ത് ഇത്? സൂപ്പർ അല്ലേ? അമ്മമ്മയുടെ ബേബിനെ കാണിച്ച്, അമ്മമ്മയുടെ ബേബിനെ, മിക്കി മൗസിനെ.
അല്ല ആനയെ കാണിച്ചു കൊടുക്ക, ആനയെ കാണിച്ചു കൊടുക്ക. ഇല്ലയോ? അയ്യോടാ, ഒക്കെ വരുന്നുണ്ടോ? ആ എത്ര ആനയുണ്ട് അവിടെ? 1 2 3 4 5 6. ബേബി എത്ര ബേബി ഉണ്ട്? 1 അത് പുറത്തതോ ബേബിയാണ്. അതിന്റെ അമ്മയുടെ കുഞ്ഞ് എവിടെ? അതിന്റെ ചെറിയ ഞാൻ തരാം. ഇത് കൊടുത്തേ. അതല്ലെന്ന് അത് കൊടുത്തേ. എവിടെ അമ്മീമേ ആന പോവുക കണ്ടോ? ആ വെള്ളം കുടിച്ചേണ്ട ആന പോവുക. ആ ആണ്ടേ അവിടെ ആ വഴിയേ കയറി പോവുക. മൂന്നുണ്ടായാലും നടുക്കൊരു ബേബി എലിഫന്റിനെ കണ്ടോ? ഇവിടെ ഉണ്ട് 2 ബേബി എലിഫന്റ്. അവിടെ ഉണ്ട് കണ്ടോ? ആ മുതേ ഞങ്ങളിതേ ഇവിടെ കടയിൽ നിന്ന് 2 ഡബിൾ ഓംലെറ്റും 2 മാഗിയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം 8:30. അമ്മീമേ അതെന്തോ അത്? ഓംപ്ലേറ്റ്. ആ ഇനി അമ്മീമ്മയ്ക്ക് മാഗി പറഞ്ഞിട്ടുണ്ട്. ഇതേ പൊന്നോ നൂഡിൽസ് വേണ്ടേ? ഇതേ നൂഡിൽസ്. നൂഡിൽസ്. ആനകളൊക്കെ അത് പോവുക. പക്ഷേ കടയിൽ വരെ പോയതാ. അയ്യോ അതെ ആനകൾ പോകുന്നു. അയ്യോ എല്ലാവരും പോയി. ആ എല്ലാവരും പോയി. അയ്യോ കയറി പോടാന്ന് പറഞ്ഞു. രാത്രി വീട്ടിൽ പോടാന്ന് ആനയുടെ അച്ഛൻ പറഞ്ഞു. അച്ഛനാന പറഞ്ഞു. എന്താ പറഞ്ഞാൽ കേൾക്കുന്നുണ്ട്? അമ്മീമ്മ പോലാണോ? കയറി പോകാനോ കയറി പോകുന്നുണ്ടോ? ഒറ്റക്കല്ല, അതിൻ്റെ അപ്പുറത്ത് വേറെ ബേബി ആനകളൊക്കെ ഉണ്ട്. ആ അത് അപ്പുറത്ത് നിൽക്കുക. പക്ഷേ എന്ത് വരിക ആനകളെല്ലാം പോയി അപ്പുറത്തേക്ക്. ഞങ്ങൾ നേരെ ഒന്ന് കുറച്ചു നേരം കണ്ട് പിന്നെ പോയൊരു ചെറിയ കാരണം ഇപ്പം സീസൺ സമയമില്ലാത്ത കാരണേ കടകളൊക്കെ നേരത്തെ അടയ്ക്കും. ഇപ്പോൾ ഒരു 9 മണിയായി. ആ അത് തന്നെ. ഇത് കണ്ട ഈ 2 സൈഡ് ഇവിടുന്ന് ഇറങ്ങി വരും, ഇവിടുന്ന് ഇങ്ങനെ ആന ഇറങ്ങി വരും. ഇത് ഒന്നെങ്കിൽ ആനകൾ വന്ന് ഇതായിരിക്കണമല്ലേ. നല്ല രസമുണ്ട്. ഇവിടുത്തെ ലൈറ്റും ഇത് കണ്ട വരുന്നവർക്ക് കാണാൻ വേണ്ടിയേ ലൈറ്റ്. ഇത് സാധാരണ ഞാൻ ഇന്നാലൊക്കെ ഒന്ന് സീസൺ സമയത്തൊക്കെ വന്നപ്പോഴില്ലേ ഇവിടെയൊക്കെ നിറച്ച് ജീപ്പുകൾ. ആ അപ്പോൾ ആളുകൾ എവിടെയെങ്കിലും റിസോർട്ടിൽ അല്ലെങ്കിൽ മൂന്നാറൊക്കെ താമസക്കാർ ഇങ്ങനെ വിളിച്ചു പറയും ആനകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കും. ഇത് മഴ സമയമല്ല അത് കാരണം. ഇപ്പോൾ സമയം 10:30 രാത്രി. ഇതേ നമ്മൾ വരുന്നത് ആ വഴിയാണ് മൂന്നാറിൽ വരുന്നത്. പിന്നെ അങ്ങോട്ടൊരു വഴിയുണ്ട് അതൊക്കെ പക്ഷേ അവിടെ അങ്ങോട്ട് പോയി ഡെഡ് എൻഡൊക്കെ. പിന്നെ ഇവിടെ അങ്ങോട്ട് അവിടെ വരെയൊക്കെ വണ്ടി പറ്റില്ല. പിന്നെ അങ്ങോട്ട് ഈ റോഡൊക്കെ മോശം റോഡാണ്. എനിക്കൊന്ന് ജീപ്പ് സഫാരിയൊക്കെ അങ്ങോട്ട് പോകുന്നതാണെന്ന് തോന്നുന്നു. ഇതേ ഇവിടെ ഒരു അമ്പലമുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പോൾ ഇവിടെ നല്ല തിരക്കുമൊക്കെ ആയിരുന്നു. അന്ന് എനിക്കിവിടെ വന്നിട്ട് ആനയെ കാണാൻ പറ്റാത്ത ഞാൻ ഒരു ദിവസം കൂടി എക്സ്ട്രാ സ്റ്റേ ചെയ്തിട്ട് ഇവിടെ നിന്ന്. പക്ഷെ അന്നും എനിക്ക് പറഞ്ഞാൽ ഇത്ര ആനകളൊന്നും കാണാൻ പറ്റില്ല. ഒരു ആന ഒരു മോഴയാനെ കണ്ട് ഞാൻ കണ്ടുള്ളായിരുന്നു. അപ്പം എന്തേ നമ്മുടെ വണ്ടി ഇപ്പം സീസൺ അല്ലാത്ത കാരണം വേറെ ആരും ഇല്ല. ഇല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഇഷ്ടംപോലെ ജീപ്പുകളും ഒക്കെ കാണണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ വണ്ടിയിൽ തന്നെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇവിടെ ഫോറസ്റ്റ് വാച്ചർമാരുണ്ട്. അപ്പോൾ ഞങ്ങളതിലൊരു പുള്ളിയോട് സംസാരിച്ചിട്ടുണ്ട്. പുള്ളി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ. ഇതേ ഒരു ജീപ്പ് വരുന്നു. അപ്പോൾ മഴ സീസൺ ആയത് കാരണം ആനകൾ ഇല്ലായിരുന്നു. ഇപ്പോൾ 2 ദിവസം ആയതുള്ള ആനകൾ വരാൻ തുടങ്ങിയിട്ട്.
ഇന്നലെ ഒരു 8-9 ആന ഉണ്ടായിരുന്നു. അത് പക്ഷേ ഒരു മണി വരെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ 8 മണിയൊക്കെ വന്നപ്പോഴത്തേക്കും ഉണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരങ്ങ് പോയി. 11 നേരത്തെ അങ്ങ് പോയി. ഇനിയിപ്പം വരാൻ ചാൻസ് ഇല്ലെന്നാണ് പറയുന്നത്. പിന്നെ ഇടയ്ക്ക് മ്ലാവ് വരും. ഒരു കാട്ടുപോത്തുണ്ടെന്ന് പറഞ്ഞു. അത് ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. അതൊരു 10 മണിയൊക്കെ ആകുമ്പോൾ സാറിന് വരുന്നതെന്നാണ് പറഞ്ഞത്. ഞങ്ങളോട് എന്തായാലും പറയും ഇവിടെ കുഴപ്പമില്ല, സേഫാണ്. അവരൊരു 6 മണി വരെയൊക്കെ കാണും ഈ ഭാഗത്തിന്. 2-3 പേരുണ്ട് ഫോറസ്റ്റിൻ്റെ. ഞങ്ങളോട് കണ്ട് പറഞ്ഞത് വണ്ടി ഇങ്ങോട്ട് മാറ്റി ഒതുക്കിയേ ഇത് ധൈര്യമായിട്ട് കിടന്നാൽ കുഴപ്പമില്ല, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഇവിടെ അല്ലെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം ഇവിടെയൊക്കെ ജനവാസ മേഖലയാണ്. അങ്ങനെ നമുക്ക് വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളിത് ആക്ച്വലി ഞങ്ങളുടെ ഭാവിയിലേക്കുള്ളൊരു ക്യാമ്പർമാൻ സെറ്റപ്പിൻ്റെ ഒരു ട്രയലാണ്. ഞങ്ങളത് വന്ന് നോക്കിയത്. നമ്മളാകുമ്പോഴേ സേഫുമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതെ ഞങ്ങളിപ്പോൾ കിടക്കുന്ന അടുത്തു നിന്നുള്ള ഞങ്ങളുടെ വ്യൂ ഇതാണ്, സൂപ്പർ വ്യൂ. പക്ഷേ ഞങ്ങളോട് കുറച്ച് കഴിഞ്ഞ് മാറ്റിയിടാൻ പറഞ്ഞായിരുന്നു. നമുക്കിവിടെ ഇങ്ങനെ ഇടാം, നമ്മൾ കിടക്കാനാകുമ്പോഴത്തേക്ക് മാറ്റിയിടാനാണ് പറഞ്ഞത്. ഇപ്പം ഞങ്ങളിപ്പം ബെഡ് സെറ്റപ്പ് അങ്ങനൊന്നുമില്ല. ഞങ്ങൾ മറ്റേ നമ്മുടെ കമ്പിളി വണ്ടിയുടെ പിന്നിലോ പിന്നെ അഡീഷണൽ ഒരു പില്ലയും കൂടി എടുത്തു. അപ്പോൾ ഭാവിയിലേക്ക് ഇത് ഒന്നാക്കണമെന്ന് താല്പര്യമുണ്ട്. നോക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ടോ? അത്യാവശ്യം കിടക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ട്. നല്ല സുഖമായിട്ട് കിടക്കാം. എന്തോ അമ്മേ മഴ പെയ്യുന്നോ? അയ്യോ നച്ചേ അതൊക്കെ അടക്കട്ടെ. അച്ഛൻ്റെ ചെരുപ്പൊക്കെ പുറത്ത്. ഓ മഴ പെയ്യുന്നു. അപ്പോൾ ഇനിയിപ്പം വരാൻ ഒട്ടും ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടുന്ന് ഒതുക്കാം. ഗുഡ് നൈറ്റ്. അങ്ങനെ നേരം വെളുത്ത് ഇതാണ് ആനക്കുളത്തിൻ്റെ രാവിലത്തെ വ്യൂ. ഇപ്പോൾ സമയം 6:15. നല്ലോണം വെട്ടം വീണ്. കട ഒരു കട തുറന്നിട്ടുണ്ട്. അവിടെ ചായ കാണുമെന്ന് തോന്നുന്നത്. അപ്പോൾ ചായ കുടിക്കണം. നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് ഇറങ്ങും. ഇന്നലെ രാത്രി പിന്നെ നല്ല മഴയായിരുന്നു. അത് കാരണം ഒന്നും വന്നില്ല ആനകളൊന്നും. പിന്നെ നേരത്തെ പറഞ്ഞാൽ ഒരു പ്രാവശ്യം വന്നു പോയത് കാരണം പിന്നെ വരാൻ സാധ്യതയില്ലെന്ന് എല്ലാവരും പറഞ്ഞായിരുന്നു. അത് കാരണം ഞങ്ങൾ വണ്ടി മാറ്റിയിട്ട് കിടന്നുറങ്ങി. കടയുടെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു വണ്ടി ഇട്ടിരുന്നത്. അപ്പം എന്ത് വണ്ടി ഇങ്ങോട്ട് മാറ്റി. ഇനി ചായ കുടിക്കണം. നമുക്ക് നോക്കട്ടെ, അങ്ങോട്ട് ഇറങ്ങാം. പകലൊന്നും മൃഗങ്ങളൊന്നും വരത്തില്ല. പക്ഷെ മഴയെ പൊടിക്കുന്നുണ്ട്. ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈവറ്റ് ബസ്സാണെന്നാണ് തോന്നുന്നത്. ആളൊന്നുമില്ല. മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നാൽ ഇവിടുന്ന് വളച്ച് പോകുന്ന അടിമാലി 3 റൂട്ട് ബസ്. അപ്പോൾ ഞങ്ങളൊരു ചായ കുടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചെറിയ ചെക്ക് ഡാമുണ്ട്. അപ്പോൾ അവിടെ പോയി ഒന്ന് പല്ലൊക്കെ തേച്ച് നമുക്ക് കുളിക്കാമെന്നാണ് പറഞ്ഞത്. നോക്കട്ടെ ഒന്ന് പോയിട്ട് അവിടുത്തെ വെള്ളത്തിന് തണുപ്പൊക്കെ വെച്ച് നോക്കിയിട്ടൊന്ന് അവിടെ വരെ പോയിട്ട് വരാം. ഇങ്ങനെ കയറി ഇങ്ങോട്ട് വന്നേട്ടോ. ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് ചെക്ക് ഡാമിലോട്ട്. അപ്പോൾ അവിടോട്ട് ഇങ്ങനെ കയറിയപ്പോൾ മേളിൽ നിന്ന് നല്ല കോട മൂടിക്കിടക്കുക. അവിടെ വെള്ളച്ചാട്ടം ഉണ്ടോ? നല്ല കോടയൊക്കെ. ഈ ചെക്ക് ഡാമിൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അത് നമുക്കത് ഇതിലേ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന പറഞ്ഞത്. ഞാൻ പണ്ട് വന്നപ്പോഴത്തേക്ക് ഈ റോഡൊക്കെ ഭയങ്കര മോശമായിരുന്നു. നമ്മൾ ആ ആനക്കുളത്ത് കയറുന്ന ആ ഭാഗത്ത് മാത്രമേ ഉള്ളായിരുന്നു നല്ല റോഡ്. പിന്നെ ഇങ്ങോട്ടൊക്കെ മോശം റോഡായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊന്ന് ഫ്രഷായിട്ട് ഇവിടെ ഇറങ്ങാൻ പറ്റും. മഴയൊക്കെ പെയ്ത് കാരണം എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ വന്ന് കയറി നോക്കിയപ്പോൾ തെന്നലൊന്നും ഇല്ല. പറ്റുമെങ്കിൽ അവിടെ നിന്ന് പോയിട്ടൊന്ന് കൈയും കാലൊക്കെ ഒന്ന് കഴുകാം. അമ്മ തണുക്കുന്നുണ്ടോ?
ആഞ്ഞോ ഇത് കണ്ട അവിടെ ഒരു സൈനുണ്ട്, അപകട മുന്നറിയിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇറങ്ങുന്നില്ല. അതുകൂടാതെ കുഞ്ഞിനും ഭയങ്കര പേടി ഞങ്ങളങ്ങോട്ട് ഇറങ്ങാൻ പോകുന്നതിന്, ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതേ നല്ല സൗണ്ടുണ്ട്. അതാണ് എത്രത്തോളം ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും വണ്ടിയിൽ ഒരു ക്യാനോളം വെള്ളമുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ പല്ലൊക്കെ തേച്ചൊന്ന് ഫ്രഷാന്ന് വിചാരിച്ചാണ്. കുളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ പല്ലൊക്കെ തേച്ച് മോഹമൊക്കെ കഴിയൊന്ന് ഫ്രഷായി. ഇപ്പം നമുക്ക് ഇവിടുന്ന് ഇനി ഇറങ്ങാം. അപ്പോൾ ദേ ഇതാണ് ഞങ്ങൾ പറഞ്ഞില്ല, ആദ്യത്തെ ഒരു ക്യാമ്പർ വാൻ്റെ ഒരു ട്രയലായിരുന്നു. അപ്പോൾ അതിൻ്റെ സെറ്റ് വലിയായിട്ടൊന്നും ഇല്ലായിരുന്നു. ചെറിയൊരു ഷീറ്റ് നമ്മുടെ കമ്പിളി വിരിച്ചതേ ഉള്ളൂ. സത്യമനൊക്കെ സ്റ്റൗവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് ഞങ്ങളൊന്നും എടുത്തില്ല. എടുക്കാനൊരു ഉണ്ടത്തില്ല. പിന്നെ ഞങ്ങളെന്ന് ഓർത്ത് ഒരു ട്രയൽ റൺ പോലെ ഒന്ന് നോക്കിയത്. ഇതിനകത്ത് വെള്ളം നമുക്ക് ക്യാരി ചെയ്യാം. പിന്നെ ഞങ്ങളിങ്ങോട്ട് പോട്ടെ. നമ്മൾ ആ മേളിൽ കണ്ട വെള്ളച്ചാട്ടം ഇല്ലേ, അതൊന്ന് ഇതിലൊന്ന് പോയി ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം നമുക്ക്. ഇത് നോക്കി, നമ്മളെ താഴെ വെച്ച് കണ്ട വെള്ളച്ചാട്ടമാണ് ഇവിടെ കാണുന്നത്. കണ്ട നല്ല രസമില്ലേ? ഹായ്, ഇത്ര ഹൈറ്റിൽ നിന്നാണ് വീഴുന്നതല്ലേ? നമ്മൾ താഴെ വെച്ച് കണ്ട ആ വെള്ളച്ചാട്ടം ഇത്. ഇനി ഇതിൻ്റെ മേളിലേക്കൊക്കെ ആദിവാസി കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. താഴെ വെച്ചൊരു ചേട്ടൻ കണ്ടപ്പോഴൊക്കെ പറഞ്ഞത്. നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. നമ്മളിനി തിരിച്ച് ആനക്കുളത്ത് ജസ്റ്റ് ഒന്ന് ഇറങ്ങി തിരിച്ചിനി പോവുക. ഓക്കെ, ഞങ്ങളിത് ഇങ്ങോട്ടൊന്ന് ഇറങ്ങി. ഇവിടാണ് നമ്മുടെ ആനകൾ വന്ന് വെള്ളം കുടിക്കുന്നത്. ഇത് കണ്ടതേ അവിടെ നമുക്ക് അത് പാസ്സുള്ള അവിടെ ടിക്കറ്റ് എടുക്കണം. നമുക്ക് വൈകിട്ടൊക്കെ വന്ന്, വൈകിട്ട് രാത്രിയിലൊന്നും ഇല്ലായിരുന്നു, വന്ന് നമുക്ക് അവിടെ ഇരുന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ ഒതുക്കി. അതുകൊണ്ട് നല്ല ഒഴുക്കുണ്ട് ഇതിലേ. ഈ പറയുന്ന വെച്ചാൽ ഞാൻ നേരത്തെ വന്നപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞ വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഈ ഇതിൻ്റെ നടുക്കായിട്ടൊക്കെ ഇങ്ങനെ ബബിൾസ് പോലെ വരും. അപ്പോൾ അതിനെന്തോ ഒരു ആൽക്കഹോളിക്കോ അല്ല ഉപ്പുരസം അങ്ങനെ എന്തോ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കുടിക്കാനായിട്ടാണ് ഈ ആനകൾ വരുന്നത്. അവരുടെ ആ വഴി അല്ലെങ്കിൽ ഈ വഴിയൊക്കെ വന്ന് ഇറങ്ങിയിട്ട് കുടിച്ചിട്ട് കയറിപ്പോവും. ഇവിടെ വെച്ചാൽ ഇവിടെയൊക്കെ അവിടം വരെയൊക്കെ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഇലക്ട്രിക് ഫെൻസിങ്, അതുപോലെ അവിടെയൊക്കെ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട്. ഇവിടെ മാത്രം ഫെൻസിങ് ഒന്നുമില്ല. പക്ഷേ ആനകൾ ഇങ്ങോട്ട് അങ്ങനെ കയറത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കഴിഞ്ഞോണ്ടൊക്കെ വന്നപ്പോഴത്തേക്കില്ലേ ഇവിടെ വെള്ളം കുറവായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങാം. ആ ബബിൾസൊക്കെ വരുന്നില്ലേ, അവിടെയൊക്കെ പോകാൻ പറ്റുമായിരുന്നു. നല്ല ഒഴുക്കുണ്ടല്ലേ. ഇവരിവിടെ അപ്പനും മോളും കൂടെ വെള്ളത്തിൽ പയ്യെ ഇറങ്ങി. തണുപ്പുണ്ടോ? തണുപ്പുണ്ടോ അമ്മേ? ഇത് മീൻ സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ വെള്ളത്തിന്? നമ്മൾ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല, ഉടനെ വിടും. അവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടോ? കണ്ട 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 വാ, അതാണ് പെരുമ്പാങ്കുത്ത് വെള്ളച്ചാട്ടം. നമുക്ക് അങ്ങോട്ട് പോവാം. ഈ സമയത്തോടെ ഓപ്പണിങ് അവിടെ ടിക്കറ്റൊക്കെ എടുത്താണ് കണ്ട. നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു കപ്പേള പോലെ അവിടെ ഇതുണ്ടോ? അങ്ങോട്ട് പോയി അങ്ങോട്ട് പോവാം. നമുക്ക് അത് കാണിച്ചു കൊടുക്കാം. രസമില്ലേ? അവിടെ പോവാം ഗുഹയ്ക്കകത്ത്. എന്താ ചെറിയൊരു വെള്ളച്ചാട്ടം. പിച്ചയുടെ വെള്ളം ഇങ്ങോട്ട് വരുവായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. കണ്ടു. അയ്യോ ഹായ്, ഇതെന്താ നല്ല രസമല്ലേ വെള്ളം? പിന്നെ ഇവിടെ ജീസസിന്റെ ഒരു ഇവിടെ മുറിഞ്ഞ്
ഈ കാലം ഇവിടെ മുങ്ങി. അല്ലേ നമ്മൾ ഇന്നലെ വൈകിട്ട് ഇതുവഴിയാ വന്നത്. സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. ഇരുട്ടായത് കാരണം ഇവിടെ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. സൂപ്പർ അല്ലേ? അപ്പുറത്ത് അവിടെ ഒരു ഇതുണ്ട്, തൂക്കുവാലുണ്ട്. നമുക്ക് നോക്കാം അങ്ങോട്ട് വണ്ടി പോകുമെന്നറിയില്ല. ബൈക്കൊക്കെ പോകാനും. $20 ടിക്കറ്റ് പാസ്. ജോർജിയാർ തൂക്കുപാലം. ഇതിനപ്പുറത്തേക്കൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. നമുക്കൊരു പേടിയില്ല. അയ്യോ ഇവിടെ അതെ അല്ല, അവിടെ ഒരു സൗണ്ട് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഇവിടെ ഒരു സമയത്ത് 5 പേരെ കയറ്റത്തുള്ളൂ. നേരത്തെ 10 പേർക്ക് പറ്റിയ രീതിയിലാണ് പാലം പണിത്. പക്ഷേ ഇപ്പം മറ്റേ ആളുകളുടെയൊക്കെ എണ്ണമൊക്കെ കൂടി ഇഷ്ടംപോലെ ആളുകൾ വരുന്ന പറഞ്ഞേ ലിമിറ്റ് ചെയ്ത് 5 ആക്കി. ഒരു വിധത്തിൽ ടിക്കറ്റുള്ള നല്ല, അത് കാരണം ആളുകൾ കുറേ പേര് കയറത്തില്ലേ. ഓ മൈ ഗോഡ്, സൂപ്പറല്ലേ? പേടി വരുമല്ലേ? പാറക്കല്ലൊക്കെ നോക്കിയേ, ഉരുളൻ കല്ലുകൾ. കണ്ട അങ്ങ് മുകളിലൊക്കെ നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പാലം ക്രോസ് ചെയ്ത് വന്നപ്പോഴുള്ള വീത ഇവിടെ കപ്പക്കൃഷിയുണ്ട്. പക്ഷെ അവർ കടയിൽ പറഞ്ഞ ഇവിടെ ഒന്നുമില്ലെന്ന് വെച്ചാൽ താമസം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അവിടെയൊക്കെ മഴ പെയ്ത് തെന്നിക്കിടക്കും. ഇതിപ്പം ഇത് കുറച്ചുകൂടിയൊക്കെ വെള്ളമൊക്കെ എന്ത് പേടിയായിരിക്കുമല്ലോ. അമ്മമ്മേ പേടിയില്ലേ? അൻ്റെ ഈ പാറക്കല്ലിലേക്ക് ഇത് നോക്കിയാ. അത് ഇപ്പുറത്തും ഉണ്ട് വലിയ പാറക്കല്ല്. ഈ കാണുന്നതാണ് പെരുമ്പാങ്കുത്ത് വെള്ളച്ചാട്ടം. ഇതുണ്ട്, സൂപ്പറല്ലേ? കൊള്ളാവോ? ഇവിടെ നമുക്ക് അങ്ങോട്ട് ഇതുണ്ട്, വ്യൂ ഉണ്ട് അവിടെ. ഇതിലങ്ങോട്ട് പാസ് എടുത്ത് പോകണം അങ്ങോട്ട്. ആ കാണുന്ന വഴിയുണ്ട്, അതാണ് മാമലക്കണ്ടം പോകുന്ന റൂട്ട്. അങ്ങോട്ട് ഫോറസ്റ്റ്. അത് ഇടയ്ക്കൊന്നും തുറന്നായിരുന്നല്ലോ. അതാ റൂട്ടാണ്. പക്ഷെ ഇപ്പം അത് അടച്ചേക്കുവാണെന്ന് അറിയില്ല. നമുക്ക് അങ്ങോട്ട് പോയില്ലേ, പാസ് എടുത്ത് വേണം അങ്ങോട്ട് പോകാൻ. നമ്മുടെ തൂക്കോലം കണ്ട അവിടുത്തെ പോലെ ഇവിടെയും 10 രൂപ. പെരുമ്പാങ്കുത്ത് പവലിയൻ. ഇവിടെ 1-2 കടകളുമൊക്കെ ഉണ്ട്, സ്നാക്സൊക്കെ ഉള്ള. ഇച്ചിരി നടന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇതാണ് പെരുമ്പാങ്കുത്ത് പവലിയൻ. വെള്ളച്ചാട്ടം കാണാനുള്ള പവലിയൻ ഇതാ. വേണ്ട പതുക്കെ പിടിച്ചിറങ്ങണം പിന്നെ. ഓ മൈ ഗോഡ്, അയ്യോ ഭയങ്കര സൗണ്ട്. നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല, ഭയങ്കര സൗണ്ട്. അയ്യോ കണ്ട, നമ്മൾ വരുന്ന വഴി കണ്ടില്ലേ വെള്ളച്ചാട്ടം? അതാണ് ഈ വെള്ളച്ചാട്ടം. കണ്ട, അങ്ങനെ അങ്ങോട്ട് കിടക്കുക. ഞങ്ങളിതേ മൂന്നാർ കല്ലാറ് റോഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകുന്ന വഴിക്കാണ്ട് ഇവിടെ കണ്ട നക്ഷത്രക്കുത്ത് ടൈഗർ കേവ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ കുറച്ചുള്ളിലോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ ഒരു കേവ് ഉണ്ട്, ടൈഗർ കേവ്. പണ്ട് ഇവിടെ പുലി ഉണ്ടായിരുന്ന കേട്ടിട്ടുള്ളത്. ഞാൻ പോയിട്ടുണ്ട് പ്രാവശ്യം. ഇച്ചിരി നമുക്ക് ഗീടൊക്കെ വരും. നമ്മുടെ ഇതുപോലെ മുളങ്കാടൊക്കെ ഉണ്ട്, അതിൻ്റെ അടുക്കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കാട്ടിൽ ചെന്ന്, കാടല്ല ഒരു കേവിനടുത്തുണ്ട്. ഞങ്ങളിപ്പം പോകുന്നില്ല, കാരണം ഇച്ചിരി മഴയൊക്കെ ഇത് കിടക്കുന്നുണ്ടേ
ചിലപ്പോൾ തെന്നലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കുഞ്ഞുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ നല്ലൊരു സ്പോട്ടായത്. വൈകിട്ട് നമ്മളിത് ശ്രദ്ധിച്ചില്ല. പക്ഷേ പോകുന്നവരെ വരുന്നവരിതൊന്ന് കയറുന്ന നല്ലൊരു സ്പോട്ടാണിത്. അതാണ്ട് ആ ബോർഡ് കണ്ട ലെഫ്റ്റിലോട്ട് ലക്ഷ്മി എസ്റ്റേറ്റ്. അപ്പോൾ അതിലേ പോയി കഴിഞ്ഞാൽ നമുക്ക് മൂന്നാർ പോവാം. ഇവിടുന്ന് റൈറ്റാണ് കല്ലാറ് അടിമാലി. നമ്മൾ രാത്രി വന്നത് ഈ വഴി ഇങ്ങനെ വന്ന് കയറിയാണ് താഴോട്ടുള്ള വഴി. നേരെ ലക്ഷ്മി എസ്റ്റേറ്റ്, നമുക്ക് മൂന്നാർ അങ്ങോട്ട് ചെല്ലാം. ലക്ഷ്മി എസ്റ്റേറ്റ് ഇവിടുന്ന് കുറേ ദൂരം കുറച്ച് ഉണ്ടെന്ന് തോന്നുന്നു. അത് അങ്ങോട്ട് മൊത്തമുള്ള തേയിലത്തോട്ടത്തിനെല്ലാം ഈ ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന് പറയുന്നതെന്നാ തോന്നുന്നത്. ഞങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ തന്നെ നല്ലൊരു വ്യൂ വരുന്നുണ്ട് കേട്ടാ. വാവ്, എന്താ നോക്ക്, നല്ല കോട ഇറങ്ങിയിരിക്കുന്നു. കൂടെ അടിപൊളി ഒരു രക്ഷയില്ല. അടിപൊളി അടിപൊളി അടിപൊളി. അയ്യോ, ഇത് ലക്ഷ്മി എസ്റ്റേറ്റ് തന്നെ. അയ്യോ, എന്ത് രസാ, സൂപ്പർ. ഹായ്, കോട നോക്ക്, ആ കോട ഇറങ്ങാൻ വരുന്ന ആ ഭംഗി നോക്ക്. കൊള്ളാം. ഇതിന്റെ ഭംഗി എത്ര കണ്ടിട്ട് മതിയാവുന്നില്ല. ഞങ്ങൾ ഒന്നും കൂടെ പോയിട്ട് പകുതി തിരിച്ച് പിന്നെയും വന്ന് ഒന്നും കൂടെ ഒന്ന് കാണാൻ വേണ്ടിട്ട്. എന്ത് രസല്ലേ. ഹായ്, ഈ വണ്ടിയുടെ ഈ സൺറൂഫ് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് അതിനുമേലിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു പൊടിയായിട്ട് മഴയും. നല്ല ഭംഗിയുണ്ട്. കൊള്ളാം, അടിപൊളി, രക്ഷയില്ല. ഇതാ നമ്മൾ മാങ്കുളത്തുനിന്ന് വന്ന വഴി. ഇതിലേ പോയിട്ട് നമ്മൾ ഈ ഭംഗിയാറ് നേരത്തെ പറഞ്ഞല്ലേ, വീണ്ടും ഒന്നുകൂടി ഞങ്ങൾ അവിടെ പോയിട്ട് തിരിച്ചു വന്ന. നമ്മുടെ ഈ തേയിലത്തോട്ടത്തിനൊരു പ്രത്യേകത. നമ്മൾ എത്ര ഇതിൻ്റെ ഇടയ്ക്ക് കൂടി വണ്ടി ഓടിച്ചു പോയാലും എത്ര കണ്ടാലും മടുക്കത്തില്ല. അതുപോലെ ഭംഗിയാണ്. പിന്നെ ഈ കോടയും കൂടി ഇറങ്ങിയപ്പോഴത്തേക്കും അതിൻ്റെ ഭംഗി ഭയങ്കരമായിട്ടും ഇരട്ടിച്ച്. പിന്നെ ചെറുതായിട്ട് പൊടിക്കുന്നുണ്ട്. അവിടെ കണ്ട റിസോർട്ട് സംഭവങ്ങൾ എന്താണ് 0 ഡിഗ്രി. അപ്പോൾ അവിടെ നിന്നൊക്കെ നല്ല കിടിലം വ്യൂ ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ഈ തേയിലത്തോട്ടത്തിന് അടുക്കൂടി നല്ല റോഡും കൂടി ആണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. ബൈക്ക് റൈഡേഴ്സിനൊക്കെ നല്ല പൊളിയായിട്ട് ഇഷ്ടപ്പെടും ഇതുപോലെയൊക്കെ ഓടിച്ചു കൊണ്ട്. ബൈക്ക് മാത്രമല്ല, കാറിൽ പോകുന്നവർ, ഡ്രൈവിങ്ങും റൈഡിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു മൂഡായത്. അങ്ങ് അവിടെ ഫോറസ്റ്റാണെന്ന് തോന്നുന്നു. നമ്മളിത് പോകുന്ന വഴിക്ക് നമ്മൾ ഇന്നലെ ഇതിൽ പോയപ്പോൾ കണ്ടാണ്. പക്ഷേ രാത്രിയിലായത് കാരണം ഈ ഒരു വിഷ്വൽസ് ഒന്നും കിട്ടിയില്ല. ഇത് മൊത്തം ഇതല്ലേ, ഏലമല്ലേ? ഏലം, ഏലത്തിൻ്റെ തോട്ടം. ഇവിടെ നമുക്ക് കേൾക്കാം. ഇവിടെ ഒരു ചെറിയൊരു അരുവിയുണ്ട്. അതിൻ്റെ നല്ല വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ ഇവിടെ നല്ലവണ്ണം കേൾക്കാം. നമുക്കപ്പോൾ അവിടെയും കൂടി ഇറങ്ങിയിട്ട് നമ്മുടെ ഈ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓ മൈ ഗോഡ്, സൂപ്പർ അല്ലേ? സൂക്ഷിച്ച് നടക്കണേ കേട്ടാ. അങ്ങനെ ഞങ്ങളുടെ ആനക്കുളം മാങ്കുളം ആ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ ആനകളെ കാണാൻ വേണ്ടി വന്നുകൊണ്ട് ഭാഗ്യത്തിനൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റി. പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങളൊന്ന് കറങ്ങിയതിൻ്റെ ഒരു വീഡിയോ ആണിത്. അപ്പം ഇവിടെ സത്യം പറഞ്ഞാൽ ഒരുപാട് വേറെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലായിടത്തും നമുക്ക് വണ്ടി ആക്സസ് ഇല്ല. പിന്നെ ജീപ്പ് പോകുന്ന വഴികളുണ്ട്. പിന്നെ ബൈക്കിലേക്കാണ് പിന്നെയും പോകാം. ഞങ്ങൾ മാക്സിമം പറ്റുന്നൊക്കെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, കൂടെ കൂടുക. അപ്പം ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ ആകുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.